എങ്ങനെയാടാ ജോസേ ദാമ്പത്യമൊക്കെ? അതായത് എന്റെ ഭാര്യ 12 ഇപ്പൊ താമസം. അപ്പൊ കല്യാണം കഴിഞ്ഞ് 3 ദിവസം എന്നോട് ജീവിച്ചോളൂ. അവളെ പണങ്ങിപ്പോയി. പിന്നെ കല്യാണ ആൽബം നോക്കിയിട്ട് ഞാൻ എനിക്ക് എന്തൊരു ദാമ്പത്യം മാമ. കല്യാണ ആൽബം നോക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ അടുത്ത് ദാമ്പത്യം അല്ല മാമ, സാമ്പത്തികം. സാമ്പത്തിക ഇടപാട് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. നിന്റെ അച്ഛന്റെ അതായത് അവൻ പറഞ്ഞെന്താ വേറൊന്നുമല്ലടാ, അച്ഛന്റെ ഡൗറിയൊക്കെ എങ്ങനെയാണ്? അത് ഞാനല്ലല്ലോ കുളിപ്പിക്കുന്നത്, അവനല്ലേ കുളിപ്പിക്കുന്ന. അപ്പൊ അവന് കറക്റ്റായിട്ട് അറിയാലോ അച്ഛന്റെ ഡൗറി എങ്ങനെയാണ്. എടാ അച്ഛന്റെ സ്വത്ത് എങ്ങനെയാന്ന് ചോദിച്ചപ്പോ അച്ഛനെ കുളിപ്പിക്കണ്ട, അച്ഛന്റെ സ്വത്ത് എങ്ങനെയാന്നല്ല ചോദിച്ചത്. അല്ല, സ്വത്ത് എങ്ങനെയാന്ന് വെച്ചാല് എന്റെ അപ്പൻ എപ്പോഴും നോക്കുന്നത് എന്റെ അനിയനാണല്ലോ ചേട്ടായി. അതുകൊണ്ട് നീ വാടാ, എപ്പോഴും നോക്കുകയും അച്ഛനെ നോക്കുന്നവനാണ്. അതുകൊണ്ട് 75% ചേട്ടായി എനിക്കും, 25% അവനും. 75% എന്ന് പറയുമ്പോ നിനക്ക് കുറഞ്ഞു പോകൂലേടാ? ഞാൻ സഹിച്ചോളാം. അല്ല പപ്പയെ നോക്കി കിടക്കുന്ന ഈ ചെറുക്കന് 25% കൊടുക്കണം. അതും കൂടെ നിനക്ക് എടുത്തൂടെ? അല്ല, അത് കൊടുക്കണം. മാമ ഇങ്ങനെ കുടിച്ചോണ്ട് കിടക്കല്ലോ മാമ. വീട്ടിൽ ചെല്ലുമ്പോ മാമി ചോദിക്കും. അനങ്ങത്തില്ലോ, പുറത്ത് കിടക്കത്തേ ഉള്ളൂ, മിണ്ടത്തില്ല. അയ്യോ, മാമിയെ തല്ലി പുറത്താക്കോ? അതല്ലെന്ന്, ഞാൻ പുറത്ത് കിടക്കത്തേ ഉള്ളൂ. അവള് മിണ്ടത്തില്ല. അവള് ഞാൻ പിടുത്തു അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ വരില്ല. മാമിയെ കണ്ടിട്ട് കുറെ നാളായി. മാമി ഇപ്പൊ എവിടെ മാമ? അവള് സ്ട്രേറ്റിലാടാ. 7 മണിക്ക് അങ്ങ് വീട്ടിനകത്ത് കയറാൻ പറയണേ. എന്ത്? ഇല്ലെങ്കിൽ കൊതുക് കടിക്കും. എന്തിന്? റബ്ബർ സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞു. റബ്ബർ സ്റ്റേറ്റില്ല? ഓ, നിനക്ക് ഗോൾഡൻ പഞ്ച് കൊതിയുണ്ടാടാ?